ഹായ് ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ ഇന്ന് ഉച്ചക്കത്തേക്ക് പോക്ക തോരനാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്കിത് പറിച്ചെടുക്കാം. ഞാൻ ഇച്ചിരി വേണോ? ദേ പറിച്ചെടുത്തിട്ടുണ്ട്. ചറ വീഴുന്നുണ്ട്. കറയാന്ന് തോന്നല്ലേ ഇത് ഡ്രസ്സിൽ വീണ. അപ്പൊ നമ്മളിത് പയറ് ഇട്ടിട്ടാണ് തോരൻ വെക്കുന്നത്. ഈ വാഴയില് കൂടെ ഒരെണ്ണം ഉണ്ട്. അപ്പൊ എനിക്കത് എത്തത്തില്ല, നല്ല ഹൈറ്റിലാണ്. അപ്പൊ ഞാൻ ആ ചെറിയ വാഴയിൽ നിന്ന് കസേര വെച്ചിട്ടാണ് എടുത്ത് പറിച്ചത്. ഇതിൽ നിറയെ ചറയുണ്ട്. അപ്പൊ നമുക്കിത് നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുക്കാം. അപ്പൊ ഇനി നമുക്കിത് നന്നായിട്ട് കൊത്തിയരിഞ്ഞെടുക്കാം കേട്ടോ. ചെറുതായിട്ട് കൊത്തിയരിയണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊത്തിയരിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിൽ കിട്ടും. കയ്യിൽ കുറച്ച് എണ്ണ പുരട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കയ്യിൽ കറ പിടിക്കത്തില്ല, അല്ലെങ്കിൽ നിറയെ കറയായിരിക്കും ഈ സാധനം അരിഞ്ഞു കഴിഞ്ഞാൽ. സംഭവം നല്ല ടേസ്റ്റൊക്കെയാണ് കഴിക്കാൻ, പക്ഷേ ഇത് കൊത്തിയരിയാൻ കുറച്ച് പാടാണ് കേട്ടോ. ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായ ശേഷം കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 സ്പൂണ് കടുക് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അത് നല്ല രീതിയിൽ പൊട്ടി വരുമ്പോഴത്തേക്ക് കുറച്ച് ചെറിയ ഉള്ളി ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് നന്നായിട്ട് വാടി വരുമ്പോഴത്തേക്കും അതിലേക്ക് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുള്ള പോക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഇവിടെ പോക്ക തുടുപ്പൻ എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. നിങ്ങളുടെ അവിടെ എന്താ പറയുന്നത് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്കിത് ഫുള്ള് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടി വെക്കാം. ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഓൾറെഡി ഇതിലിടാൻ പയറ് വേവിച്ച് വെച്ചിട്ടുണ്ട് ഇതിലിടാനായിട്ട്. അപ്പം ഞാൻ അതിലിട്ടപ്പോഴത്തേക്ക് ഇത്തിരി ഉപ്പ് കൂടി പോയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇതിൽ കുറച്ചേ ഇടുന്നുള്ളൂ. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൂട്ടി വെക്കാം. ഇനി എന്തൊന്ന് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് അടച്ച് വേവിക്കാം. ഒരു 2-3 മിനിറ്റ് ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് ഇനി നമുക്കതൊന്ന് പതിയെ തുറന്ന് നോക്കാം. അപ്പോൾ ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്, നല്ല രീതിയിൽ വാടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ചിരവി വെച്ചിട്ടുള്ള തേങ്ങ അരമുറിയുണ്ട്, അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് പിടിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ വേവിച്ച് പയറ് വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് വെന്തുടഞ്ഞ പയറാട്ടോ ഇത്, അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ജാനൂസിനുള്ള കുറച്ച് പയർ വെച്ചിട്ട് ബാക്കി ഫുള്ള് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയൊന്ന് നമുക്ക് നന്നായിട്ട് ഇളക്കി കൂട്ടി വെക്കാം. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ് കേട്ടോ ഇത്. പയറും പോക്കയും കൂടെ നല്ല അടിപൊളി ടേസ്റ്റുമാണ്. നമ്മളിത് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുവാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വില കൊടുത്തിട്ട് വേണം വാങ്ങിക്കാൻ. നമുക്ക് പിന്നെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഇത് തുടിപ്പൻ എന്നാണ് നമ്മളിതിന് പറയുന്നത്. ഇനി നമ്മളിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് കുരുമുളക് ഇടുന്നതാണ് ഇഷ്ടം. ചില ആൾക്കാർ മുളക് പൊടി ഇട്ടിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ കുരുമുളക് ഇട്ടിട്ടാണ് സാധാരണ എടുക്കാറുള്ളത്. അപ്പോൾ കുരുമുളക് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ പയറും തേങ്ങയും കുരുമുളകും എല്ലാം കൂടെ നല്ല രീതിയിൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചോറുമായിട്ട് ഇത് കഴിച്ച് നോക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ കേട്ടോ. ഇന്ന് ഉച്ചക്കത്തേക്ക് ഒത്തിരി കറിയുണ്ട്. മീൻ വറുത്തത്, പോക്കാത്തോരൻ, ഇന്നലത്തെ പോർക്ക് കറിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് കഴിക്കുവാണ്. അപ്പം നോക്കട്ടെ എങ്ങനെയുണ്ടെന്നുള്ളത്. ജാനൂസ് അവിടെ നിന്നിട്ട് അമ്മ എനിക്ക് താന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം ഞാൻ കുറച്ച് ചോറ് അവൾക്ക് മാറി കൊടുക്കുന്നുണ്ട്, ആൾക്കും ഇഷ്ടമായിട്ടുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ നാളെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. എല്ലാവരും കാണാൻ മറക്കല്ലേ.